നമസ്കാരം. ചെമ്മനം ചാക്കോയുടെ ആളില്ലാ കസേരകൾ എന്ന കവിതയെക്കുറിച്ച് ഞാൻ പല വാർത്താ വിശദീകരണങ്ങളിലും ഉദാഹരണം സഹിതം പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാർ ഓഫീസിലെ ആളില്ലാ കസേരകളെ കുറിച്ചാണ് ചെമ്മനം പാടിയത്. ഗോവിന്ദൻ മാഷിന്റെ പരിപാടിക്ക് കസേര അധികമായതുകൊണ്ടാണ് കാലിക്കസേരകൾ വന്നത് എന്ന് പറയുന്നു. അതായത് 1000 പേര് വരേണ്ടിടത്ത് 2000 കസേര ഇറക്കി എന്നൊക്കെ ഉദാഹരണം സഹിതം അതിശയോക്തി കലർത്തി അക്കങ്ങൾ കൂട്ടിയെന്നേ ഉള്ളൂ. ഒരു ട്രോള് കാണാനിടയായി. ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ടല്ലോ, കുറെ ആൺകുട്ടികൾ നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്നു. അവരുടെയൊക്കെ ഈ പരിപാടിക്ക് ഭയങ്കര തിരക്കാണ്. ആളുകളോട് പിരിഞ്ഞു പോകാൻ വരെ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘാടകർ. അപ്പം ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഒരു ഭജനയും കൂടി വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വേണമെങ്കിൽ ബലികുടീരങ്ങളെ പാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. രക്തസാക്ഷികൾ സിന്ദാബാദ് പാടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആള് വരണമെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ് വെക്കേണ്ട അവസ്ഥയിലാണ് CPM കണ്ണൂരിൽ. ആ രീതിയിലേക്ക് മാറി. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശിതമായി. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തെക്കുറിച്ചുള്ള വിശദമായ പുസ്തകം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതേക്കുറിച്ച് വിശദമായ ഒരു വാർത്താ വിശദീകരണം തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നൽകുന്നതായിരിക്കും. കാരണം അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ബോംബാണോ, ഇനിയിപ്പം ടൈം ബോംബാണോ, അതോ ആറ്റം ബോംബാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും, വായിച്ചാൽ മനസ്സിലാകും. എന്നാലും അതിനകത്ത് പറയാതെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, വി കുഞ്ഞികൃഷ്ണൻ. ശരിക്കും CPM നേതൃത്വവും ഭയത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അത് വിചാരിച്ചതിലും അപ്പുറത്താണ്. കുറെ സഖാക്കൾ മാറിപ്പോയാലും അല്ലെങ്കിൽ കുറെ സഖാക്കൾക്ക് ആ ഒരു കുഞ്ഞികൃഷ്ണ മനോഭാവം വന്നാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം മുൻപ് വരെ CPM ഉണ്ടായിരുന്നത്. KK രാഗേഷൊക്കെ അത് വിചാരിച്ചായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്ന പരിപാടികൾക്ക് വരെ ആളുകൾ ബഹിഷ്കരിക്കുന്നു. ഇവരുടെ ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ പകുതി ആൾ പോലും എത്തുന്നില്ല. ഇവരുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളൊക്കെ ശൂന്യമായിരിക്കുന്നു. സ്ഥിരമായി ഓഫീസുകളിലും ഒക്കെ തന്നെ വന്നുകൊണ്ടിരുന്ന സഖാക്കൾ ആരും ഇപ്പോൾ വീട്ടിന് പുറത്തു പോലും ഇറങ്ങുന്നില്ല. ദേശാഭിമാനി വീട്ടിൽ വരുന്നത് കൊണ്ട് വീട്ടിൽ ഇരുന്ന് വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ CPMന്റെ യഥാർത്ഥ സംഘബലം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനകളാണ് കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. ഈ പാർട്ടി ഗ്രാമങ്ങളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവിനെ കാണാനിടയായി. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചിട്ട് അവിടെ പോയതാണ്. കുറച്ച് ദിവസം മുമ്പാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ബന്ധുക്കൾ. അദ്ദേഹം ബേസിക്കലി മലബാറുകാരനാണ്. അപ്പൊ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു CPM കാരനായിരുന്നു. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സുദർശൻ. ഇപ്പൊ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയാം എന്നുള്ളതല്ലാതെ അതൊന്നും സമ്പൂർണ്ണ പാർട്ടി ഗ്രാമങ്ങളല്ല. അവിടെ ഇവരുടെ സാന്നിധ്യമുണ്ട്. BJPയുടെയും RSSന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ സാന്നിധ്യമുണ്ട്. അവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്നാൽ അവർ വന്ന് ഇവരെ ആക്രമിക്കും, അല്ലെങ്കിൽ അടി കൊടുക്കും. അവസാനം CPM വിട്ടൊഴിയുകയാണ്. അതുപോലെ നിരവധി ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വിട്ടൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതായത് സംഭവിക്കുന്നത് CPM വിട്ടൊഴിയുന്നതിനപ്പുറം ഇപ്പം 5 പേർ ഒരു ക്ഷേത്ര കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ അവർ 5 പേരും CPM കാരാണെങ്കിൽ അവരെല്ലാവരും BJPയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ പാർട്ടി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് ഒരു BJP RSS സ്വാധീനമുള്ള മേഖലയായി മാറുന്നു. അതാണിപ്പോൾ കണ്ണൂർ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളില്ലാ കസേരകൾ ഇനിയും ഉണ്ടാകും. മൈക്കിനെ ചീത്ത വിളിക്കാം, കേസെടുക്കാം. ഗോവിന്ദൻ മാഷ് കിടന്ന് ഗീർവാണം അടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഒരു പട്ടിക്കുഞ്ഞു പോലും കേൾക്കാനില്ല എന്നത് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടതാണ്. പലയിടത്തും അതാണ്. സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്നിടത്തുനല്ല, CPMന്റെ ഏത് മുതിർന്ന നേതാവ് പ്രസംഗിക്കുന്നിടത്ത് പോയാലും ഒരു പൂച്ച പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് കസേരയുടെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഈ കസേര ഇറക്കിയ സംഘാടകർക്ക് അത്ര ബോധമില്ല. സംഘാടകർ പോലും, അതായത് നേരത്തെ പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരുന്ന ആളുകൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. സമ്പൂർണ്ണ ബഹിഷ്കരണം സംഭവിച്ചിരിക്കുന്നു. ഈ ധനരാജ്യ രക്തസാക്ഷി ഫണ്ട്, ഒരു രക്തസാക്ഷി, വർഷത്തിൽ ഒരു രക്തസാക്ഷിയെ വെച്ചുകൊണ്ട് പൈസ കളക്ഷനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. പഴയ രക്തസാക്ഷികളുടെ പേരിൽ വാർഷിക പിരിവുമുണ്ട്. ഇതാണ് CPMന്റെ ഒരു പ്രധാനപ്പെട്ട ധനാഗമന മാർഗം. ഈ അഴിമതിയും വെട്ടിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി നേതാക്കൾ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. പാർട്ടിക്ക് ഗുണമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പം 20 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ അത് 15 ഇവർക്ക് കൊടുത്തിട്ട് 5 മറ്റേ നേതാവ് എടുക്കും. ആ ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്ത്രീകൾ പാടെ വെറുത്തിരിക്കുന്നു CPMനെ. പഴയ സഖാപ്തികളൊക്കെ തന്നെ വെറുത്തിരിക്കുന്നു CPMനെ. പിന്നെ കുറെ മുകളിൽ ഉള്ള കുറച്ച് ടോപ്പ് ലെവൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നുണ്ട്. വലിയ തോതിലുള്ള തിരിച്ചടിയിലേക്ക്, പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയിലേക്ക് CPM എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് ഏതാണ്ട് സമ്പൂർണ്ണമാകും എന്ന് തന്നെ
മനസ്സിലാകുന്നത്.